സ്വർഗം കുടുംബം മുപ്പിരിച്ചരടിനാൽ ദൈവം സ്ഥാപിച്ച ഭൂമിയിലെ സ്വർഗം കുടുംബം. കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം ദൈവം സ്ഥാപിച്ച കുടുംബം. കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം ദൈവം സ്ഥാപിച്ച കുടുംബം.
കലാപഹാരം ഒളിയമ്പുകൾ ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. സംഭാഷണത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ളതിനാൽ ശ്രദ്ധയോടെ കേൾക്കുകയും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സമൂഹത്തിൽ പൊയ്മുഖങ്ങൾ അണിയുന്നവരും ഒളിയമ്പുകൾ എയ്ത് വിടുന്നവരും ധാരാളമുണ്ടല്ലോ. ക്ഷേത്രോത്സവവും ദേവീ ദർശനവും കഴിഞ്ഞ് തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ വഴിതെറ്റിയ ഹതഭാഗ്യം. പ്രേതങ്ങളുടെയും വിരൂപികളുടെയും ഗുണ്ടകളുടെയും ഇടയിൽപ്പെട്ട് അയാൾ നട്ടം തിരിയുന്നു. സുന്ദരിയായ അന്തർജനത്തെ കാത്തിരിക്കുന്ന അയാൾ നിരാശയുടെ പടുകുഴിയിലേക്കാണ് പതിക്കുന്നത്. തറവാട്ടിലെ സുന്ദരിയെ കണ്ടുമുട്ടുന്നെങ്കിലും അവിടെയും അദ്ദേഹത്തിന് നിരാശ മാത്രം. ഒടുവിൽ എല്ലാ പൊയ്മുഖങ്ങളാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം അണിയറയിൽ നിന്ന് വീണ്ടും കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. അരങ്ങത്ത് ശ്രീ സിബി കാഞ്ഞിരത്താനം, ശ്രീ കെ സി ജോസ് അട്ടപ്പള്ളം, ശ്രീ ഐസക് ചിയാരം, ശ്രീ മത്തായി കാഞ്ഞൂർ, ശ്രീ തോമസ് തൈക്കാട്ടുശ്ശേരി, ശ്രീമതി അൽഫി ആളൂർ, ശ്രീ കുര്യാക്കോസ് കിടങ്ങേൽ. രംഗപടം ശ്രീ ജോ വർഗീസ് കൊടികുത്തി. സംവിധാനം ടോമി വള്ളിക്കാട്. ഞങ്ങളുടെ ഈ കലോപഹാരത്തിന്റെ 100ാമത് ദൃശ്യാവിഷ്കാരം മാതാനഗർ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിന്റെ ഇടവക ദിനവും സംയുക്ത വാർഷികവും ഒന്നിച്ചു കൊണ്ടാടുന്ന ഈ ശുഭ അവസരത്തിൽ അവതരിപ്പിക്കുവാൻ അവസരം തന്ന ഇടവക വികാരിക്കും ഭാരവാഹികൾക്കും സൗവർണിക കലാവേദിയുടെ നന്ദിയുടെ വാടാമലരുകൾ ഹൃദയത്തിന്റെ ഭാഷയിൽ അർപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു ബെല്ലോടെ ഞങ്ങളുടെ കലോപഹാരം ആരംഭിക്കുന്നു. സൗവർണിക കലാവേദിയുടെ ഒളിയമ്പുകൾ. എന്നത്തെയും പോലെ ഇന്നും വഴി തെറ്റി. എന്നൊരു പേടിപ്പിക്കുന്ന ശബ്ദങ്ങൾ. ഒരു വലിയ മതിയോ? മതി. ഒരു സിഗരറ്റ് കിട്ടിയിരുന്നെങ്കിൽ തണുപ്പ് മാറ്റാമായിരുന്നു. തീർന്നുപോയി. നല്ല പണിയായി പോയി. ഈ മെഴുകുതിരിയും കത്തിച്ചോണ്ട് എങ്ങോട്ടാ? നേരം വെളുത്തൊന്ന് നോക്കാൻ പോവുക. എന്നിട്ട് വെളുത്തോ? ആ കഷ്ടം. ഈ ശരീരം കണ്ടിട്ട് അത്ഭുതം തോന്നുന്നു. ജിമ്മിനു പോയതാ. ജിമ്മിൽ പോയാൽ ശരീരം എങ്ങനെയാകുമോ? മസിലിനു പകരം തള്ളിയത് മുഴുവനും വയറാ. ഈ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടന്നാൽ പ്രേതങ്ങളെയൊക്കെ പേടിയുണ്ടോ? ഞാൻ മരിച്ചതിന് പിന്നെ ഒരു പേടിയുമില്ല. പേടിപ്പിക്കാൻ വേണ്ടി നടക്കുക. ചത്താനും കുഴിയും കിടക്കില്ല. ആരൊക്കെ വരുന്നത്? ആരോ ആരാ ചോദിച്ചു? പാടൊന്നുണ്ടെന്ന് പറ. പേടിച്ചിട്ടാ. നിങ്ങൾ ഉണ്ടയാ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. എന്തോന്ന്? ഉണ്ടാ. പേരെടുത്ത ഉണ്ടയാ? നിങ്ങളുടെ നാട്ടിൽ പേരെടുക്കുന്നത് ഗുണ്ടകളാണോ? പേടിപ്പിക്കാതെ കയ്യിലുള്ള വേല നിർത്തുക.
വീണ്ടും വീണ്ടും കൊല്ലല്ലേ. എന്താ ഉത്സവപ്പറമ്പിന്ന് മേടിച്ചതാ. ഞെക്കുമ്പോ ചെയ്യ പാട്ട് കേക്കും. എത്തുമ്പോ കേൾക്കോ? കേൾക്കും. അല്ല, ഇത് പയർ ചോദിക്കുന്നു. കുറച്ച് കഴിഞ്ഞാ കഞ്ഞിയും ചോദിക്കും. ഒന്നുകൂടെ ഒന്ന് ഞെക്കട്ടെ. ഞെക്കിക്കോ. ഓപ്പോളുടെ കുട്ടിക്ക് കളിക്കാൻ കൊടുക്കാം. എന്തിനാ തല്ലിയത്? ഞെക്കുമ്പം ലൈറ്റ് കത്തുന്ന കാര്യം എനിക്ക് അച്ഛൻ വന്ന് പറയൂ. ഞാനങ്ങോട്ട് പോവാ. നിൽക്കുക. സൂക്ഷിക്കണം, അവിടെ ഒരു വലിയ കുഴിയുണ്ട്. കൂടുതൽ ഉപദേശമൊന്നും വേണ്ട. രാജുകൊണ്ട് ജനിച്ചു തന്ന നാടായത്. എനിക്കറിയാം എവിടത്തെ കുഴിയുണ്ടെന്ന്. ഹാവൂ, അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നടന്നു തുടങ്ങണം. ഒരു വീടല്ലേ കാണുന്നത്? വിളിച്ചു നോക്കാം. അണ്ണ, ചേച്ചി, അണ്ണ, ചേച്ചി, അണ്ണാച്ചി. ആരാ? ഉത്സവം കഴിഞ്ഞു വരുന്ന വഴിയാ. വഴി തെറ്റി. ഇന്നേക്ക് രാത്രി ഈ ഉമ്മറത്ത് കിടന്നോട്ടെ. എന്നത്തെ പോലെ ഇന്നും വഴി തെറ്റി. എന്താ ഇരുട്ട്? പേടിപ്പിക്കുന്ന ശബ്ദങ്ങൾ. ഒരു വലിയ മതിയോ? മതി. ഒരു സിഗരറ്റ് കിട്ടിയിരുന്നെങ്കിൽ തണുപ്പ് മാറ്റാമായിരുന്നു. തീർന്നു പോയി. നല്ല ഭംഗിയായി പോയി. ഈ വെടികുതിരയും കത്തിച്ചുകൊണ്ട് എങ്ങോട്ടാ? നേരം വെളുത്തൊന്ന് നോക്കാൻ പോവുക. എന്നിട്ട് വെളുത്തോ? ആ, കഷ്ടം. ഈ ശരീരം കണ്ടിട്ട് അത്ഭുതം തോന്നുന്നു. ജിമ്മിന് പോയതാ. ജിമ്മിൽ പോയാൽ ശരീരം എങ്ങനെയാകുമോ? മസിലിന് പകരം തള്ളിയത് മുഴുവനും വയറാ. ഈ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടന്നാൽ പ്രേതങ്ങളെയൊക്കെ പേടിയുണ്ടോ? ഞാൻ മരിച്ചത് പിന്നെ ഒരു പേടിയുമില്ല. പേടിപ്പിക്കാൻ വേണ്ടി നടക്കുക. ചത്താലും കുഴി കിടക്കില്ല. ആരെ വരുന്നത്? ആരെയാണല്ലോ പാടുണ്ടെന്ന് പറ. പേടിച്ചിട്ടാ. നിങ്ങൾ ഉണ്ടയാ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. എന്തോന്ന്? ഉണ്ടാ. പേരെടുത്ത ഉണ്ടയാ. നിങ്ങളുടെ നാട്ടിൽ പേരെടുക്കുന്നത് ഗുണ്ടകളാണോ? പേടിപ്പിക്കാതെ കയ്യിലോട് വേഗം എടുക്കുക. വീണ്ടും വീണ്ടും കൊല്ലല്ലേ. എനിക്കെന്താ? ഉത്സവപ്പറമ്പിന്ന് മേടിച്ചതാ. ഞെക്കുമ്പോ ചെയ്യ പാട്ട് കേൾക്കും. എത്തുമ്പോ കേൾക്കോ? കേൾക്കും. അല്ല, ഇത് പയർ ചോദിക്കുന്നു. കുറച്ച് കഴിഞ്ഞാ കഞ്ഞിയും ചോദിക്കും. ഒന്നുകൂടെ ഒന്ന് ഞെക്കട്ടെ.
എത്തിക്കോ. ഒപ്പമുള്ള കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കാം. എന്തിനാ തല്ലിയത്? നിൽക്കുമ്പം ലൈറ്റ് കത്തുന്ന കാര്യം നിന്റെ അച്ഛൻ വന്ന് പറയൂ. ഞാനങ്ങോട്ട് പോവാ. സൂക്ഷിക്കണം, അവിടെ ഒരു വലിയ കുഴിയുണ്ട്. കൂടുതൽ നിർദ്ദേശമൊന്നും വേണ്ട. രാജുകൊണ്ട് ജനിച്ചു തന്ന നാടായത്. എനിക്കറിയാം എവിടെയൊക്കെ കുഴിയുണ്ടെന്ന്. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നടന്നു തോന്നുന്നു. ഒരു വീടല്ലേ കാണുന്നത്? വിളിച്ചു നോക്കാം. അണ്ണ, ചേച്ചി, അണ്ണ, ചേച്ചി, അണ്ണാച്ചി. ആരാ? ഉത്സവം കഴിഞ്ഞു വരുന്ന വഴിയാ. വഴി തെറ്റി. ഇന്നേക്ക് രാത്രി ഈ ഉമ്മറത്ത് കിടന്നോട്ടെ. അതിനു മുമ്പ് വല്ലാത്ത ദാഹം. കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. അഗ്നിയിൽ തിളപ്പിച്ചെടുത്ത ജലമുണ്ട്. വേണോ? തണുത്തതേ പൂച്ചു. കഴിയുന്നത് പൂച്ചിക്കോളാമേ. സാവിത്രി അന്തർജനം ആ വെള്ളവുമായി ഇങ്ങോട്ട് വരിക. സാവിത്രി അന്തർജനം. ഗന്ധർവന്മാരിറങ്ങുന്ന സമയം ഇവരെങ്ങാനും കണ്ട് മോഹിച്ചു വന്ന അവരുടെ ഉപ്പാട് വരും. തറവാട്ടിലുള്ള വയസ്സ് 48 പൃഥ്വിരാജിനെ കെട്ടു എന്നൊറ്റ വാശി. പൃഥ്വിരാജിന് അങ്ങനെ തന്നെ വേണം. ഈ കാട്ടിന് വളർത്തണ്ടേ വെച്ച് വീട്ടിലാണ് വളർത്തുന്നത്. പറ്റിപ്പോയി. കിടക്കാനൊരു പായ കിട്ടിയിരുന്നെങ്കിൽ. പായ തരാം, പക്ഷെ പുറത്ത് കിടക്കണ്ട. വല്ലാത്ത കൊതുകുണ്ട്. അകത്ത് കിടക്കാം. മൃഗശാലയിൽ ഞാൻ കിടക്കാറില്ല. പുറത്ത് നല്ല തണുവാണ്. അകത്ത് കിടക്കാം. വേണ്ട, ഉള്ളെനിക്ക് ചാകാൻ എനിക്ക് വയ്യ. പായ വേണം. അമ്പലേ, ആ പായ ഇന്ന് കൊണ്ടുവരിക. ചതിച്ചല്ലോ ഭഗവാന്. അകത്ത് കിടന്നാൽ മതിയായിരുന്നു. അമ്പിളേ, അകത്ത് പോയിക്കോളുക. എവൻ ഇതൊന്നും കണ്ടു വളർന്നവനല്ല. ഗോ, ബാക്കിലേക്ക് ഗോ. ഗോ 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 ഗോ. ഇവിടെ എവിടേക്കാ? അകത്ത് ചാറ്റാം. പുറത്ത് ചൂച്ചിയാ മതി. അമ്പളി ഒറ്റയ്ക്കാ. അമ്പളി പേച്ചും. അവള് പേച്ചോട്ടെ, നീ ഇവിടെ ചാച്ച്. വേറെന്തെങ്കിലും ആ അമ്പിളിയെ കൂടി കിട്ടിയിരുന്നെങ്കിൽ. അല്ല, ഒരു കമ്പിളി കൂടി കിട്ടിയിരുന്നെങ്കിൽ. കമ്പിളി വേണ്ട, ഉള്ള ഉടുമ്പ് കൂടി പുതച്ചാ മതി.
ഈ വീട്ടിൽ കൈവിളക്കും നിലവിളക്കും ഉള്ള കാര്യം ഞാൻ ഇപ്പോഴാണ്. ഇറയത്ത് കിടക്കുന്നതൊക്കെ കൊള്ളാം. നേരം വെളുക്കുന്നതിന് മുൻപേ പൊയ്ക്കോളണം. തലയാട്ടിയാ പോരാ, പൊയ്ക്കോളണം. പോകാം. സമീപവാസികൾ ഉണരുന്നതിന് മുമ്പേ പൊയ്ക്കോളണം. പൊയ്ക്കോളാന്ന് പറഞ്ഞാ പോരാ, നേരം പുലർന്ന് നാട്ടുകാരറിയുന്നതിന് മുമ്പേ പൊയ്ക്കോളണം. അതല്ല ചേട്ടാ, ആണുങ്ങളില്ലാത്ത തറവാടായത്. അപ്പൊ ചേട്ടൻ ഒരു 10 രൂപ ഞാനോ ആ കടലിന് അപ്പുറത്ത് കാണുന്നതല്ലേ ശുഭം. കഴിഞ്ഞ